അതിരപ്പിള്ളി ഏഴാറ്റുമുഖത്ത് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് RRT സംഘം പട്രോളിംഗ് നടത്തിയ RRT സംഘത്തിന് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കാൻ നിർത്തിയപ്പോൾ ആനയുടെ മുന്നിൽപ്പെട്ടു. ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആന RRT സംഘത്തിന് നേരെ തിരിഞ്ഞത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അബ്ദുൾ റഹീം ചേരുന്നുണ്ട്. അബ്ദുൾ റഹീം, ഈ വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ചെന്ന RRT സംഘത്തിന് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. മോക്ക് ചാർജ് അല്ലെന്ന് കരുതുന്നു. കൃത്യമായി ആക്രമിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയാണോ ആന പാഞ്ഞെടുത്തത്? എന്താണ് സംഭവിച്ചത്? തീർച്ചയായും, അതായത് RRT സംഘത്തെ ആക്രമിക്കാനായി പാഞ്ഞെടുക്കുകയായിരുന്നു ആന. പ്രത്യേകിച്ചും ഈ ഏഴാറ്റുമുഖം അതിരപ്പള്ളി ഭാഗത്ത് ടൂറിസ്റ്റുകളൊക്കെ അതല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്ന വാഹനയാത്രക്കാരൊക്കെ വാഹനങ്ങൾ നിർത്താറുണ്ട്. പക്ഷേ ഇത് നിർത്തരുത്, ഇത്തരത്തിൽ വാഹനം നിർത്തരുത്. കാരണം ആന നിരന്തരം അവിടെ പാസ് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ആന ഇറങ്ങാറുള്ള സ്ഥലമാണ്. അവിടെ വാഹനങ്ങൾ നിർത്തി ഫോട്ടോ എടുക്കാനോ മറ്റോ ചെയ്യരുത് എന്ന വനംവകുപ്പിന്റെയൊക്കെ കർശന നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പാലിക്കപ്പെടാറില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു കാര്യവുമാണ് ഇന്നും സംഭവിച്ചത്. അതുവഴി കടന്നുപോയ സഞ്ചാരികൾ അവിടെ എത്തി ഈ ആനയെ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. അതിനങ്ങനെ ഇവർക്ക് നേരെ ആന ആദ്യം എത്തി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന RRT സംഘം ഹോൺ അടിച്ച് പാഞ്ഞെത്തുകയായിരുന്നു. അങ്ങനെയാണ് സഞ്ചാരികളെ വിട്ട് RRT സംഘത്തിന് നേരെ ആന പാഞ്ഞെടുത്തത്. ഈ വാഹനത്തിൽ 2 പേരുണ്ടായിരുന്നു. അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ആന വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തതോടെ ഏതാണ്ട് 200 മീറ്ററോളം RRT സംഘത്തിന്റെ ജീപ്പ് പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ തൊട്ട് ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു കരിങ്കിലിടിച്ച വാഹനം നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ആന പിൻവാങ്ങിയത് കൊണ്ടാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടാവാതിരുന്നത്. ഏതായാലും ഇത്തരത്തിൽ അതുവഴി കടന്നു പോകുന്ന ഏഴാറ്റുമുഖം അതിരപ്പള്ളി ഭാഗത്തൊക്കെ പോകുന്ന ആളുകൾ അവിടെ വാഹനങ്ങൾ നിർത്തരുന്ന കർശന നിർദ്ദേശം നിലനിൽക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം. വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നതിനിടെ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ആർക്കും ഏതെങ്കിലും തരത്തിൽ പരിക്കുകളോ മറ്റോ ഇല്ലാതിരുന്നത് ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇത്തരത്തിൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് RRT സംഘത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണത്തിലുള്ള ശ്രമം ഉണ്ടായത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. അതാണ്, മനുഷ്യ വന്യജീവി കോൺഫ്ലിക്റ്റുകളൊക്കെ കൂടുന്ന സമയമാണ്. അതുകൊണ്ട് വിനോദസഞ്ചാരികളും ഇത്തരം മേഖലകളിലേക്ക് പോകുന്നവരും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അബ്ദുൾ റഹീമാണ് വിവരങ്ങൾ നൽകിയത്.